അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഖുർആൻ ഓൺലൈൻ കോഴ്സ് പഠിതാക്കളെ, ജാമിഅ നൂരിയ അറബിയയുടെ ഓൺലൈൻ ഖുർആൻ കോഴ്സിലാണ് നാം നിലനിൽക്കുന്നത്. അൽ ബഖറ സൂറയുടെ ഏതാനും ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിക്കുകയുണ്ടായി. അതിൻ്റെ തുടർഭാഗമാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാനുള്ളത്. കലിമത്തു തൗഹീദിൻ്റെ രണ്ട് ഭാഗമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഭാഗവും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഭാഗവും, ഈ രണ്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുകയുണ്ടായി. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. നുബുവത്ത് സ്ഥിരപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിന് പകരം കൊണ്ടുവരാൻ ഖുർആൻ വെല്ലുവിളിക്കുകയും അതിലൂടെ ഖുർആൻ മുഅ്ജിസാണ്, അമാനുഷികമാണെന്ന് സമർത്ഥിക്കുകയും ഈ അമാനുഷികമായ ഖുർആൻ കൊണ്ടുവന്ന പ്രവാചകർ അള്ളാഹുവിൻ്റെ സത്യപ്രവാചകരാണെന്ന് സമർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് അല്ലാഹു തആല പറഞ്ഞു, ഫഇൻ ലം തഫ്അലു വലൻ തഫ്അലു, നിങ്ങൾക്ക് ഇതിന് പകരം കൊണ്ടുവരുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് കഴിയില്ല. ഫത്തഖുന്നാർ അല്ലതി വഖൂദുഹൻ നാസു വൽ ഹിജാറ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക്, കാഫിറുകൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. വിശ്വസിച്ചാലോ, അതാണ് ശേഷമുള്ള ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, വബശ്ശിരില്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖൻ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ വഉതൂ ബിഹി മുതശാബിഹാ വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറത്തുൻ വഹും ഫീഹാ ഖാലിദൂൻ. ഈ ആയത്തിൽ അല്ലാഹു തആല സമർത്ഥിക്കുന്നത് പരിശുദ്ധ ഖുർആൻ വിശ്വസിക്കുകയും മുഅ്മിനാവുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. ഖുർആൻ്റെ ശൈലി തന്നെ ഇതാണ്. ഒരാൾ എപ്പോഴും തർഗീബിൻ്റെയും തർഹീബിൻ്റെയും ഇടയിൽ, അല്ലെങ്കിൽ ഖൗഫിൻ്റെയും റജാഇൻ്റെയും ഇടയിൽ എന്ന് മഹാന്മാർ പറയാറുണ്ട്. ഖൗഫും റജാഉം ഒരു മനുഷ്യനിൽ ഒരേ സമയം വേണം. അള്ളാഹുവിൻ്റെ ശിക്ഷയും നരകവും പേടിക്കുകയും പ്രതീക്ഷ വെച്ച് പുലർത്തുകയും വേണം. നരകത്തിൻ്റെ ഭാഗങ്ങൾ മാത്രം ഒരാൾ പഠിക്കുമ്പോൾ, നരകത്തിൽ പ്രവേശിക്കുവാനുള്ള കാരണങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഏതായാലും നരകവാസിയായിരിക്കും, കാരണം എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ഈ തെറ്റുകളൊക്കെ നരകത്തിലേക്കുള്ള കാരണമാണെന്ന് കേൾക്കുമ്പോൾ അവൻ പേടിക്കുകയാണ്. ഈ പേടി മാത്രമാകുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ നിരാശനാവുകയാണ്. അതേസമയം സ്വർഗപ്രവേശനത്തിൻ്റെ കാരണങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നത് മുഴുവൻ നോക്കുമ്പോൾ അവൻ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. എന്തായാലും ശരി, ഞാൻ സ്വർഗവാസിയായിരിക്കും എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. ഇത് രണ്ടും അപകടമാണ്. അമിതമായ പ്രതീക്ഷ അവനെ തെറ്റുകളിലേക്ക് കൊണ്ടെത്തിക്കും. അമിതമായ ഭയം അതവനെ നന്മ ചെയ്യലിൽ നിന്ന് തടയുകയും ഈ ഭൗതിക ജീവിതത്തിൽ തീരെ വിരക്തനായി ഭൂമിയുടെ നിലനിൽപ്പും മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പും അപകടത്തിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഒരടിമ എപ്പോഴും ഖൗഫിൻ്റെയും റജാഇൻ്റെയും
ആശങ്കയും പേടിയുമുണ്ടാകുമ്പോൾ തന്നെയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ആശയും പ്രതീക്ഷയും വെച്ച് പുലർത്തുക എന്നത് ഒരടിമയുടെ ബാധ്യതയാണ്. ഈയൊരു ബാധ്യത ഒരാൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് അവന് യഥാർത്ഥ വിശ്വാസിയായി ഒരേ സമയം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതിനുവേണ്ടി ഖുർആനിൽ ഏതൊരു സ്ഥലത്ത് മുഅ്മിനുകളെ സംബന്ധിച്ച് അള്ളാഹു പറയുമ്പോഴും തൊട്ടപ്പുറത്ത് കാഫിറുകളെ സംബന്ധിച്ച് പറയും. സ്വർഗീയ സുഖങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സന്തോഷവാർത്ത നൽകുമ്പോൾ അതിനോട് ചേർന്ന് തന്നെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ നരകശിക്ഷയുടെ ഗൗരവം അള്ളാഹു പറഞ്ഞറിയിക്കും. ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. സജ്ജനങ്ങൾ നഈമിലാണെന്ന് പറഞ്ഞാൽ അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, ദുർജനങ്ങൾ അവർ ജഹീമിലാണ്, നരകത്തിലാണെന്നാണ്. അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി പറയുമ്പോൾ പിന്നീട് അല്ലദീന കഫറു തൊട്ട് ശേഷം വരികയാണ്. മുത്തഖീങ്ങളെക്കുറിച്ച് ആദ്യ ആയത്തിൽ പറയുമ്പോൾ തൊട്ട് ശേഷം കാഫിറുകളെ സംബന്ധിച്ചാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ തുടങ്ങിയ ആയത്ത് കഴിഞ്ഞ് ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അപ്പോൾ മുഅ്മിനുകൾക്ക് സന്തോഷവാർത്ത കൊടുക്കുമ്പോൾ സത്യനിഷേധികൾക്ക് മുന്നറിയിപ്പും അള്ളാഹു നൽകുന്നു. സ്വർഗീയ സുഖങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അതിനോട് ചേർന്നുകൊണ്ട് തന്നെ നരക ശിക്ഷയുടെ ഗൗരവവും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ തർഗീബിൻ്റെയും തർഹീബിൻ്റെയും ഇടയിലാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ശൈലി. അതിൻ്റെ ഭാഗമായി ഈ ആയത്തിൽ അള്ളാഹു തആല പറയുന്നത് ഖുർആൻ കൊണ്ട് വിശ്വസിച്ചാൽ കിട്ടുന്ന പ്രതിഫലമാണ്. തൊട്ട് മുമ്പ് പറഞ്ഞത് ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുന്നാർ അല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. അത് കഴിഞ്ഞ് തൊട്ട് ശേഷം വബശ്ശിരിൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് താങ്കൾ സന്തോഷവാർത്ത നൽകുക. അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം അവർക്കുണ്ട്. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തി റിസ്ഖൻ ഖാലു ഹാദാ അല്ലദീ റുസിഖ്നാ മിൻ ഖബൽ വഉതൂ ബിഹി മുതശാബിഹ. അവർക്ക് സ്വർഗത്തിൽ നൽകുന്ന പഴങ്ങളുടെയും ആ സമയത്ത് അവർ പറയുന്ന സന്തോഷവചനങ്ങളുടെയും രൂപമാണ് അള്ളാഹു വിശദീകരിച്ചത്. അത് കൂടുതൽ നാം ഇവിടെ വിശദീകരിക്കുന്നില്ല. വലഹും ഫീഹ അസ്വാജും മുതഹറ, അതോടുകൂടെ അവർക്ക് എല്ലാ അഴുക്കുകളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും പരിശുദ്ധരാക്കപ്പെട്ട ഭാര്യമാർ അവർക്കുണ്ട്. വഹും ഫീഹ ഖാലിദൂൻ, അവർ സ്വർഗത്തിൽ ശാശ്വതരാണ് താൻ. ഒരു മനുഷ്യൻ ഈ ഭൗതിക ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ മൂന്നാണ്. ഒന്ന് അവൻ്റെ അന്നവും അവൻ്റെ ഭക്ഷണം, അവൻ്റെ വെള്ളം. രണ്ട് താമസം. മൂന്ന് അവൻ്റെ ഇണ. നല്ല സുഭിക്ഷമായി ഭക്ഷിക്കണം. ഏറ്റവും രുചികരമായ ആസ്വാദ്യകരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടണമെന്ന് മനുഷ്യൻ്റെ സ്വാഭാവിക ആഗ്രഹമാണ്. കൊട്ടാര സമാനമായ വീടുകൾ, എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടെ താമസിക്കണം എന്നത് മനുഷ്യൻ്റെ അഭിലാഷമാണ്. തൻ്റെ ലൈംഗികമായ വികാരങ്ങളും തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു കൂട്ടായി ഭവിക്കാൻ ആവശ്യമായ കാര്യങ്ങളും ഒരു ഭാര്യയിൽ, അല്ലെങ്കിൽ അവൻ്റെ ഒരു കാമുകിയിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീയിൽ മനുഷ്യൻ ദർശിക്കുകയാണ്. അപ്പോൾ ഈ മൂന്ന് സുഖങ്ങളുമാണ് ഈ ഭൗതിക ലോകത്ത് പരമാവധി ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഈ മൂന്ന് സുഖത്തിലും ഈ ലോകത്ത് ഏറ്റവും ഉന്നതിയിൽ എത്തിയത് ഞാനായിരിക്കണം എന്നാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഒന്ന്, അവൻ ആഗ്രഹിക്കുന്ന
സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ. 2 എല്ലാവിധ സുഖ ആഡംബരങ്ങളോടും ആർഭാടങ്ങളോടും കൂടി താമസിക്കാൻ ഉതകുന്ന ഭവനങ്ങൾ. മറ്റൊന്ന് അവൻ്റെ സഹായിയായും വികാര പൂർത്തീകരണത്തിന് വേണ്ടിയും നല്ല സ്ത്രീകൾ. ഇത് ഈ ഭൗതിക ലോകത്ത് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന 3 ഘടകങ്ങളായത് കൊണ്ടാണ് സ്വർഗത്തെ സംബന്ധിച്ച് ഇവിടെ അള്ളാഹു വിശദീകരിക്കുമ്പോൾ ഈ 3 സുഖങ്ങളും നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കും, നിങ്ങൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ എന്ന് അള്ളാഹു പറയുന്നത്. അതല്ലാതെ സ്വർഗത്തിലെ സുഖങ്ങളും സ്വർഗത്തിലെ ഗുണങ്ങളും ഈ ഒരു 3 കാര്യത്തിൽ പരിമിതമല്ല. ഇത് മനുഷ്യൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി അതിനുതകുന്ന ദഅവത്തിൻ്റെ മാർഗം സ്വീകരിക്കുക എന്ന നിലക്ക് സ്വർഗത്തിലുള്ള ഏറ്റവും നല്ല മനുഷ്യനെ ആകർഷിക്കുന്ന 3 കാര്യങ്ങൾ പറഞ്ഞതാണ്. മനുഷ്യൻ എപ്പോഴും ആശങ്കപ്പെടുന്നത്, തൻ്റെ ഇണയിൽ നിന്ന് ആശങ്കപ്പെടുന്നത് അതിൽ പ്രശ്നങ്ങളുണ്ടാകുമോ എന്നതാണ് ഒരു ആശങ്ക. രണ്ടാമത്തേത്, മനുഷ്യൻ സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർ ഇഷ്ടപ്പെടാത്തത് അവരുടെ സ്ത്രീകൾക്ക് പ്രകൃതിപരമായി അള്ളാഹു നൽകിയ ചില സ്വഭാവങ്ങളാണ്, ദുസ്വഭാവങ്ങൾ. അതുപോലെ സ്ത്രീകൾ എല്ലാ സമയത്തും ശുദ്ധരാവണമെന്നില്ല. അവർക്ക് ആർത്തവം പോലെയുള്ള, ഹൈള് പോലെയുള്ള, പ്രസവം പോലെയുള്ള പല പല ഘട്ടങ്ങളും കഴിഞ്ഞു പോകും. ഇത്തരം കാര്യങ്ങളൊന്നുമില്ലാതെ ഏത് സമയത്തും ഏത് രൂപത്തിലും പരസ്പരം ആസ്വദിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇണകളാവുക എന്നതാണ് സ്ത്രീകളിൽ നിന്ന് ഏതൊരാളും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹമാണ് അള്ളാഹുവിടെ പറഞ്ഞത് മുതഹറത്തുൻ, അവർ മുതഹറത്താണ്, അഴുക്കുകളിൽ നിന്നും ആർത്തവങ്ങളിൽ നിന്നും രക്തങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും മോചിതരായവരും സംശുദ്ധരായവരുമാണ്. ഇതുപോലെ ഈ ഭൗതിക ജീവിതത്തിൽ എന്തൊക്കെ സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും ശാശ്വതമല്ലാത്തത് കൊണ്ട് എത്ര തന്നെ ആനന്ദിക്കുമ്പോഴും ആ ആനന്ദം സമ്പൂർണ്ണമാവുന്നില്ല. കാരണം ഒരു ദിവസം ഇതിനോടൊക്കെ വിട പറഞ്ഞ് യാത്ര പോവേണ്ടതുണ്ട്, മരണപ്പെട്ടു പോവേണ്ടതുണ്ട്. അപ്പോൾ എത്ര വലിയ ജീവിത സൗകര്യങ്ങൾ കിട്ടിയാലും, കൊട്ടാര സമാനമായ ഭവനങ്ങളുണ്ടായാലും, അവൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ ലഭിച്ചാലും, അവൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണം കഴിക്കാൻ സാധിച്ചാലും, ഇതൊന്നും ശാശ്വതമല്ല എന്ന നിലക്ക് ഇതിനൊന്നും കൂടുതൽ പ്രാധാന്യം മനുഷ്യൻ്റെ മനസ്സിൽ പലപ്പോഴും വരുന്നില്ല, അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കാൻ അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സുഖം സമ്പൂർണ്ണമാവുന്നില്ല. കാരണം എപ്പോഴും ഇത് അസ്തമിച്ചു പോകുമോ എന്ന ആശങ്കയാണ്. ആ ആശങ്ക സ്വർഗത്തിൽ വേണ്ട എന്നറിയിക്കാൻ വേണ്ടിയാണ് വഹും ഫീഹ ഖാലിദൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർ ഖാലിദീങ്ങളാണ്. അപ്പോൾ ഈ 3 സുഖ സൗകര്യങ്ങളും ദുന്യാവിലേതുപോലെ താൽക്കാലികമായി സ്വർഗത്തിൽ അല്ലാഹു നൽകുന്നതല്ല എന്നും അത് അനന്തമായി നീളുന്ന കാലാകാലവും ആസ്വദിക്കാൻ കഴിയുന്നതാണ് എന്നും ഈ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. തുടർന്ന് ഇതിൻ്റെ വിശദീകരണം തന്നെ മറ്റു പല ആയത്തുകളിലും അല്ലാഹു പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തിലൂടെ നദികൾ, അരുവികൾ ഒഴുകുന്നു. ഈ അരുവികളുടെ സ്വഭാവം എന്താണ്? അത് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. വിശദീകരിക്കാൻ നമുക്ക് പരിമിതികളുണ്ട്. ഒരു സൂറത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, ഒരിക്കലും പകർച്ചയാവാത്ത വെള്ളം, അതൊരരുവിയാണ്. വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു, രുചിമാറ്റം ഒരിക്കലും അനുഭവപ്പെടാത്ത, രുചി വ്യത്യാസപ്പെടാത്ത പാലിൻ്റെ നദികൾ. വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് കുടിക്കുമ്പോൾ ആനന്ദം തോന്നുന്ന കള്ളിൻ്റെ അരുവികൾ. വഅൻഹാറും മിൻ അസലിൻ മുസഫ, ശുദ്ധീകരിക്കപ്പെട്ട തേനിൻ്റെ അരുവികൾ. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഈ 4 പാനീയങ്ങളുമാണ്. ഈ 4 പാനീയങ്ങൾക്കും കുഴപ്പമുണ്ട്, ഗുണവുമുണ്ട്. വെള്ളത്തിൻ്റെ കുഴപ്പം കുറേ കാലമാകുമ്പോൾ അതിന് പകർച്ച വരും, പിന്നീട് അത് ഉപയോഗയോഗ്യമല്ല.
അതൊഴിവാക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു ഫീഹ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, ഒരിക്കലും പകർച്ചയാവാത്ത വെള്ളത്തിൻ്റെ അരുവികൾ, നദികൾ. പാലിൽ പ്രശ്നം ഒരു ദിവസം കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ അല്പസമയം കഴിയുമ്പോഴേക്ക് അതിൻ്റെ രുചി മാറും, ടേസ്റ്റ് പോകും. ആ കുഴപ്പം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു. കള്ളിൻ്റെ പ്രശ്നം കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നീട് അവന് ബുദ്ധി നഷ്ടപ്പെടും. കുടിക്കുമ്പോൾ പലപ്പോഴും അതിന് ആനന്ദമില്ല. പിന്നീട് വരുന്ന ചില മാനസികമായ ആനന്ദത്തിന് വേണ്ടി അവൻ കുടിക്കുകയാണ്. സ്വർഗത്തിലാണെങ്കിൽ ഈ ഹംറ് ഒരിക്കലും ഇസ്കാറ്, ഒരിക്കലും മത്ത് പിടിപ്പിക്കാത്തതും കുടിക്കുമ്പോൾ ആനന്ദം നൽകുന്നതുമാണ്. തേനിൻ്റെ പ്രശ്നം, തേൻ പലപ്പോഴും ശുദ്ധീകരിക്കപ്പെട്ടതാവുകയില്ല, ശുദ്ധീകരിക്കപ്പെട്ട തേൻ. അപ്പം അത് ഈ ഒരു നദികളെ സംബന്ധിച്ച് മറ്റൊരു ആയത്തിൽ അള്ളാഹു പറഞ്ഞതാണ്. വേറെയുമുണ്ട് ഫീഹിമ ഐനാനി തജ്രിയാൻ ഫീഹിമ ഐനാൻ അല്ലാഹത്താൻ. ഇങ്ങനെ ഖുർആനിൻ്റെ തഫ്സീർ ഒന്ന് ഖുർആൻ തന്നെയാണ്. ഒരായത്തിൽ പറഞ്ഞത് മറ്റൊരായത്തിൽ മറ്റൊരു രൂപത്തിൽ ഇതിൻ്റെ വിശദീകരണമായി അള്ളാഹു പറയുന്നുണ്ട്. ഭാര്യമാരെ സംബന്ധിച്ചുമുണ്ട് വലഹും ഫീഹാ സുവാജും മുതഹറ, ശുദ്ധീകരിക്കപ്പെട്ട സംശുദ്ധരായ ഭാര്യമാർ എന്ന് ഇവിടെ പറഞ്ഞത് മറ്റു ചില സൂറത്തുകളിൽ ഇവരുടെ ഈ ഹൂറുൽ ഈങ്ങളുടെ ഒട്ടേറെ വിശേഷണങ്ങൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ ഉറുബൻ അത്റാബ. അത് അവരുടെ വിശേഷണമായി അല്ലാഹു പറഞ്ഞതാണ്. എല്ലാവരും ഒരേ പ്രായക്കാർ, എല്ലാവരും ഉന്നതർ, എല്ലാവരും കന്യകകൾ. വകവാഇബ അത്റാബ, അത് മറ്റൊരു സൂറത്തിലുണ്ട്. വഇൻദഹും ഖാസിറാത്തു ത്വർഫി ഈൻ കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ വഹൂരിൻ ഈൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. ഇങ്ങനെ പല ആയത്തുകളിലും ഇവരുടെ വ്യത്യസ്തമായ വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിരിക്കുന്നു. അതേസമയം സ്വർഗത്തിലുള്ള സ്ത്രീകൾ ഹൂറുൽ ഈങ്ങൾ മാത്രമല്ല, ഈ ദുന്യാവിലുള്ള സ്ത്രീകളും സ്വർഗീയ സ്ത്രീകളാണ്. ഒരാൾക്ക് ഈ ഭൗതിക ലോകത്ത് അല്ലാഹു തആല നൽകിയ അവൻ്റെ ഇണകൾ അത് സ്വർഗത്തിലും അവൻ്റെ ഇണയായി വരും എന്ന് ഹദീസുകളിൽ വന്നിരിക്കുന്നു. മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഉമ്മു സലമ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിസാഉദ് ദുനിയ അഫ്ളലു അമിൽ ഹൂറുൽ ഈൻ. സ്വർഗത്തിലുള്ള സ്ത്രീകളിൽ ഈ ദുന്യാവിലെ സ്ത്രീകളാണോ അഫ്ളല്, അതല്ല സ്വർഗത്തിന് വേണ്ടി മാത്രം അള്ളാഹു സൃഷ്ടിച്ച ഏറ്റവും സൗന്ദര്യമുള്ള ഹൂറുൽ ഈങ്ങളാണോ ഏറ്റവും ശ്രേഷ്ഠരായ സ്ത്രീകൾ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൽ നിസാഉദ് ദുനിയ അഫ്ളലു മിനൽ ഹൂറിൽ ഈൻ. ദുന്യാവിലുള്ള സ്ത്രീകൾ മനുഷ്യൻ്റെ ഇണകളായി അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യ സ്ത്രീകളാണ്. ഹൂറുൽ ഈങ്ങളായി അള്ളാഹു സൃഷ്ടിച്ച ആ സുന്ദരികളെക്കാളും ശ്രേഷ്ഠവാന്മാർ. സൗന്ദര്യവും അവർക്കാണ്, ശ്രേഷ്ഠതയും അവർക്കാണ്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കഫളിൽ ളിഹാറത്തി അലൽ ബിതാന. അകവും പുറവുമുള്ള ഒരു വസ്ത്രത്തിൻ്റെ പുറഭാഗം എത്രമാത്രം വൃത്തിയുള്ളതും സുന്ദരവുമായിരിക്കുമോ അതുപോലെയാണ് ഈ സ്ത്രീകളുടേത്. ആയിഷ ഉമ്മു സലമ ബീവി പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ് വബിമദാക്, അല്ലാഹുവിൻ്റെ റസൂലെ, ഇങ്ങനെ സംഭവിക്കുവാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബി സ്വലാത്തിഹിന്ന വ സിയാമിഹിന്ന വ ഇബാദത്തിഹിന്ന ലില്ലാഹി തആല. അതിന് കാരണം അവരുടെ നിസ്കാരങ്ങൾ, അവരുടെ നോമ്പുകൾ, അവർ അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകൾ.
ഹുർലിയങ്ങൾ അല്ലാഹു തആല അങ്ങനെ തന്നെ ഈ സ്വർഗവാസികൾക്ക് വേണ്ടി അങ്ങനെ സൃഷ്ടിച്ചതാണ്. അതാണ് അവരുടെ മഹത്വം. അത് അവർക്ക് അല്ലാഹു സൃഷ്ടിപ്പിൽ കൊടുത്ത ഭംഗിയാണ്. ഈ ദുന്യാവിലെ സ്ത്രീകൾ അവർ അധ്വാനിച്ച് ഇബാദത്ത് ചെയ്ത് നിസ്കരിച്ച് നോമ്പെടുത്ത് മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്ത് അവർ സ്വയം ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഓരോ ഇബാദത്തുകൾ വർദ്ധിക്കുന്തോറും ഈ സ്ത്രീകളുടെ അഴകും അവരുടെ മാറ്റും വർദ്ധിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരാണ് ഹുർലിയങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠരായ സ്ത്രീകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ എന്തിനു വേണ്ടിയാണ് അല്ലാഹു ഉദാഹരണങ്ങൾ പറയുന്നത് തുടങ്ങിയ ചില വിഷയങ്ങളെ സംബന്ധിച്ച് യഹൂദികൾക്കുള്ള മറുപടിയാണ്. അത് വിശദീകരിച്ച് പോകുകയല്ല. പിന്നീട് വീണ്ടും അല്ലാഹു തആല ഈ തൗഹീദിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. 28-ാമത്തെയും 29-ാമത്തെയും ആയത്ത് കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅൻ സുമ്മ ഇസ്തവാ ഇലസ് സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത് വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു തആല അത്ഭുതം കൂറുകയാണ്. അല്ലാഹു തആലക്ക് അത്ഭുതമുണ്ടായിട്ടല്ല, നാം അത്ഭുതപ്പെടേണ്ട രൂപം അല്ലാഹു ഉണർത്തുകയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് കാഫിറാകാൻ കഴിയുന്നത്? വകുൻതും അംവാതൻ, നിങ്ങൾ ജീവനില്ലാത്ത വസ്തുക്കളായിരുന്നു, ഇന്ദ്രിയങ്ങളായിരുന്നു, ബീജങ്ങളായിരുന്നു. ഫഅഹ്യാകും, പിന്നീട് ആ അല്ലാഹുവാണ് നിങ്ങൾക്ക് ജീവൻ നൽകിയത്. സുമ്മ യുമീതുക്കും, വീണ്ടും അവൻ നിങ്ങളെ മരിപ്പിക്കും. സുമ്മ യുഹ്യീക്കും, വീണ്ടും അവൻ നിങ്ങളെ ജനിപ്പിക്കും. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നീട് അവനിലേക്ക് മാത്രം നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ട് ഇതിൻ്റെ ഇടയിൽ പിന്നെ അള്ളാഹുവിൻ്റെ വഹദാനീയത്ത് നിഷേധിക്കാനും പുനർജന്മത്തെ നിഷേധിക്കാനും ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് കഴിയുന്നത് എന്ന് അല്ലാഹു തആല ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ അവസ്ഥയും തൗഹീദിനെ തേടുന്നു. നിങ്ങൾ നിങ്ങളെ സ്വന്തം അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സത്യത്തിലേക്കാണ് അത് നിങ്ങളെ കൂട്ടിച്ചേർക്കേണ്ടത്. എന്നിട്ടും അത് എന്തുകൊണ്ട് നിങ്ങളെ അസത്യത്തിലേക്ക്, അവിശ്വാസത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നു? അത്ഭുതകരം തന്നെ നിങ്ങളുടെ കാര്യം. പിന്നീട് ഇതിൻ്റെ തെളിവുകൾ അല്ലാഹു പറയുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏതവസ്ഥ നോക്കുകയാണെങ്കിലും ഇല്ലായ്മയിൽ നിന്ന്, ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ ബീജം രൂപപ്പെടുന്നത് തന്നെ അവൻ്റെ പോഷകങ്ങളിൽ നിന്നാണ്. ഈ പോഷകങ്ങൾ അവൻ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നാണ്. ഈ ഭക്ഷണങ്ങൾ ലോകത്തുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്നും വിഭവങ്ങളിൽ നിന്നുമാണ്. ജീവനില്ലാത്ത കാര്യങ്ങൾ, ഈ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് സ്വാംശീകരിച്ചുണ്ടാക്കുന്ന ഇന്ദ്രിയങ്ങൾ, അതിനും ജീവൻ എന്ന് പറയാവുന്ന അവസ്ഥയില്ല. ജീവൻ്റെ ഉത്ഭവമാണ്, പക്ഷേ ആ ഉത്ഭവത്തിൻ്റെയും ഉത്ഭവം അതിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയി. അത് ഭക്ഷ്യപദാർത്ഥങ്ങളാണ്. ഈ ഒരു ബീജങ്ങളിൽ നിന്ന് ജീവനുള്ള മനുഷ്യനെ സൃഷ്ടിച്ച് ഇല്ലായ്മയിൽ നിന്ന് അവനെ ഉണ്ടാക്കി, അതിൻ്റെ ശേഷം പിന്നീട് വീണ്ടും അവനെ മരിപ്പിച്ച് വീണ്ടും അവനെ ജനിപ്പിച്ച് വീണ്ടും അവനെ അള്ളാഹുവിലേക്ക് മടക്കുന്ന ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ ഘട്ടങ്ങൾ. ഈ ഘട്ടങ്ങൾ മുഴുവനുമുണ്ടായിട്ടും ഇതിനിടയിൽ നിങ്ങൾക്ക് ഈ അള്ളാഹുവിനെ നിഷേധിക്കുവാനും പുനർജന്മം നിഷേധിക്കുവാനും നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? പിന്നീട് അല്ലാഹു തആല പറയുന്നത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ്. നിങ്ങളെ സൃഷ്ടിപ്പിനേക്കാളും അത്ഭുതകരമായ സൃഷ്ടിപ്പാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. ഈ സൃഷ്ടിപ്പ് ഓർത്താലും നിങ്ങൾക്ക് പുനർജന്മത്തിന് തെളിവുകളാണ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് തെളിവുകളാണ്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ സുമ്മ ഇസ്തവാ ഇലസ് സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത് വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅൻ, ഈ ഭൂമിയിലുള്ളത് മുഴുവനും അവനാണ് നിങ്ങൾക്ക് സൃഷ്ടിച്ചത്. സുമ്മ ഇസ്തവാ ഇലസ് സമാഇ, പിന്നീട് ആകാശം സൃഷ്ടിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചു. ഫസവ്വാഹുന്ന സബ്അ സമാവാത്, അതിനെ 7 ആകാശങ്ങളായി
അല്ലാഹു തആല സൃഷ്ടിച്ചു. ആദ്യം ഭൂമിയുടെ സൃഷ്ടിപ്പാണ് സംഭവിച്ചത് എന്നാണ് ഭൂരിഭാഗം ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും മനസ്സിലാവുന്നത്. ഖുൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ, ഭൂമിയെ 2 ദിവസത്തിൽ സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ നിഷേധിക്കുകയാണോ? അത് കഴിഞ്ഞ് സുമ്മസ്തവ ഇലസ്സമാ എന്ന് മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് ഭൂമിയുടെ സൃഷ്ടിപ്പാണ് അല്ലാഹു തആല ആദ്യം നടത്തിയത് എന്നാണ്. 6 ദിവസം കൊണ്ടാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയത് എന്ന് പരിശുദ്ധ ഖുർആൻ പല ആയത്തുകളിലും ഉണർത്തിയിട്ടുണ്ട്. സജ്ദ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട് ഫീ സിത്തത്തി അയ്യാം, 6 ദിവസം കൊണ്ടാണ്. അല്ലാഹുവിനെ സംബന്ധിച്ച് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, ഏതൊരു കാര്യം സൃഷ്ടിക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാലും അത് ഉദ്ദേശിക്കുകയേ വേണ്ടൂ, ആ കാര്യം ഉണ്ടായി. എന്നിട്ടും ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് 6 ദിവസം കൊണ്ടുണ്ടാവണം എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. ആ രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ ഇറാദത്ത് അതുമായി ബന്ധിച്ചത്. അതെന്തിനാണ് എന്ന് പണ്ഡിതർ വിശദീകരിച്ചിട്ടുണ്ട്. വളരെ പ്രധാനമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതിപ്രധാനമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല. സാവകാശത്തോടു കൂടെയും ആശ്വാസത്തോടു കൂടെയും ചിന്തിച്ചുകൊണ്ടും മാത്രമേ ചെയ്യാവൂ. അവധാനത പുലർത്തേണ്ടതുണ്ട് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുവാൻ വേണ്ടി, നമ്മെ ഉണർത്തുവാൻ വേണ്ടിയാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് 6 ദിവസമായി അള്ളാഹു നീട്ടിയത്. അതല്ലെങ്കിൽ ഏതൊരു വസ്തുവിനെ സൃഷ്ടിക്കുകയാണെങ്കിലും ഖുർആനിൽ പല ആയത്തുകളിലും അള്ളാഹു പറഞ്ഞതുപോലെ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ, കുൻ അതായത് ആ വസ്തു ഉണ്ടാവണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കൽ, കുൻ എന്ന് പറയുകയും കൂടി വേണ്ട, അത് ഉണ്ടാവണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ മതി. ആ ഒരു ഉദ്ദേശമാണ് വസ്തു ഉണ്ടാക്കി തീർക്കുന്ന കാര്യം. പക്ഷേ ഇവിടെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഇങ്ങനെയാണ് സംഭവിച്ചത്, 6 ദിവസം കൊണ്ട് ഉണ്ടാവണമെന്നാണ്. അത് മനുഷ്യന് അവധാനതയും വിഷയങ്ങളിൽ കൂടുതൽ സാവകാശവും ചിന്തയും പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം പുലർത്തേണ്ടതുണ്ട് എന്ന് ഈ മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആകാശത്തെ ഭൂമിക്ക് ശേഷം അള്ളാഹു സൃഷ്ടിച്ചു. 2 ദിവസം കൊണ്ട് ആകാശം സൃഷ്ടിച്ചു. 2 ദിവസം കൊണ്ട് ആദ്യം ഭൂമി സൃഷ്ടിച്ചു, പിന്നീട് 2 ദിവസം കൊണ്ട് ആകാശം സൃഷ്ടിച്ചു, പിന്നീട് മറ്റ് 2 ദിവസം കൊണ്ട് ഈ ഭൂമിയിലുള്ള മറ്റു വസ്തുക്കളെയും ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. മറ്റു നദികൾ, അതുപോലെ ഈ ഭൂമിയിലുള്ള പുല്ലുകൾ, സസ്യലതാദികൾ, പർവ്വതങ്ങൾ തുടങ്ങി ഈ ഭൂമി നിലനിൽക്കാൻ ആവശ്യമായ മനുഷ്യന് ഉപകരിക്കാൻ പറ്റുന്ന വസ്തുക്കൾ പിന്നീട് അള്ളാഹു സൃഷ്ടിച്ചു. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. അല്ല, ആദ്യം ആകാശം സൃഷ്ടിച്ചതിൻ്റെ ശേഷം പിന്നെയാണ് ഭൂമി എന്ന് ചില ആയത്തുകളിൽ നിന്ന് തോന്നുന്നുണ്ട്. ആദ്യം ഭൂമിയാണ് പിന്നെ ആകാശമാണെന്ന് ഒട്ടേറെ ആയത്തുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതെല്ലാം കൂടി പണ്ഡിതന്മാർ പറഞ്ഞത്, ഇത് ഏതാദ്യം സൃഷ്ടിച്ചാലും നമ്മെ സംബന്ധിച്ച് നമ്മുടെ വിവാദത്തിലോ നമ്മുടെ നിസ്കാരത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒരു വിഷയവുമില്ല. ഇത് നാം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യവുമില്ല. നമ്മെ സംബന്ധിച്ച് ആകാശം ഇവിടെ ഉണ്ട്, ഭൂമി ഇവിടെ ഉണ്ട്, അതാദ്യം ഏതുണ്ടായി പിന്നെ ഏതുണ്ടായി എന്നുള്ളത് അതൊരു അനാവശ്യമായ ചർച്ചയാണ്. എങ്കിൽ പോലും ഈ പരിശുദ്ധ ഖുർആനിൻ്റെ ചില ആയത്തുകൾ നോക്കുമ്പോൾ ആദ്യം ആകാശം സൃഷ്ടിച്ച് പിന്നീട് ഭൂമിയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് തോന്നിപ്പിക്കുകയും, മറ്റു ചില ആയത്തുകൾ നോക്കുമ്പോൾ ആദ്യം ഭൂമിയാണ് പിന്നീട് ആകാശമാണ് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമിൻ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹാ റഫഅ സംകഹാ ഫസവ്വാഹാ വഅഗ്തശ ലൈലഹാ വഅഖ്റജ ളുഹാഹാ വൽ അർദ ബഅദ ദാലിക ദഹാഹാ. ഇത് വന്നാസിആത്ത് സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞതാണ്. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാ, നിങ്ങളാണോ ഏറ്റവും ശക്തർ അതല്ല ആകാശമാണോ? ബനാഹ, ആകാശത്തെ അല്ലാഹു സൃഷ്ടിച്ചു. തുടർന്ന് അല്ലാഹു തആല ആകാശത്തിൻ്റെ വിശേഷണങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ശേഷം പറയുന്നു വൽ അർദ ബഅദ ദാലിക ദഹാഹ, അതിൻ്റെ ശേഷം ഭൂമിയെയും അല്ലാഹു തആല ക്രമപ്പെടുത്തി ഒപ്പമാക്കി സൃഷ്ടിച്ചു. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് ആദ്യം ആകാശത്തെ സൃഷ്ടിച്ചതിൻ്റെ ശേഷം പിന്നീട് ഭൂമി സൃഷ്ടിച്ചു എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ പറഞ്ഞ ആയത്തിൽ നിന്ന് അങ്ങനെയല്ല. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅൻ സുമ്മ ഇസ്തവാ ഇലസ്സമാ ഫസവ്വാഹുന്ന സബ്അ സമാവാത്. അപ്പോൾ ആകാശമാണ് ആദ്യം, ഭൂമിയാണ് ആദ്യം, പിന്നീട് ആകാശമാണെന്ന് തോന്നുന്നുണ്ട്.
ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നതും കൂടുതൽ തെളിവുകളിൽ നിന്ന് മനസ്സിലാവുന്നതും ആദ്യം ഭൂമിയെ അള്ളാഹു സൃഷ്ടിക്കുകയും തുടർന്ന് ആകാശത്തെ സൃഷ്ടിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുകയും ആകാശത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും ഭൂമിയെ അള്ളാഹു തആല ദഹ്വ് ചെയ്തു. ദഹ്വ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നദികളും പുഴകളും മരങ്ങളും പർവ്വതങ്ങളും മനുഷ്യന് ഉപകരിക്കാൻ ആവശ്യമായ മറ്റു വസ്തുക്കളൊക്കെ സൃഷ്ടിച്ച് ഭൂമിയെ ഇന്നത്തെ രൂപത്തിൽ ആക്കി തീർത്തു. ഇങ്ങനെയാണ് ഇത് പരസ്പരം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പണ്ഡിതർ വിശദീകരിച്ചിരിക്കുന്നത്. മറ്റും അഭിപ്രായങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ അള്ളാഹു പറയുന്നത് ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅൻ, ഭൂമിയിൽ ഉള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു എന്നാണ്. നമുക്ക് വേണ്ടിയാണ് ഭൂമി അള്ളാഹു സൃഷ്ടിച്ചത്. ഭൂമിയിലുള്ള വസ്തുക്കൾ സൃഷ്ടിച്ചതും നമുക്ക് വേണ്ടിയാണ്. ഇവിടെ ഭക്ഷ്യപദാർത്ഥങ്ങൾ സൃഷ്ടിച്ചത് നദികളും പർവ്വതങ്ങളും മരങ്ങളും മറ്റു മൃഗങ്ങളെയും സസ്യലതാദികളെയും പക്ഷികളെയും തുടങ്ങി ഈ ഭൂമിയിൽ ഉള്ള സർവ്വ വസ്തുക്കളും മനുഷ്യ സമൂഹത്തിൻ്റെ ഉപകാരത്തിന് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് ഈ ആയത്ത് നമ്മെ ഉണർത്തുന്നുണ്ട്. ഖലഖ ലക്കും എന്നാണ്, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു. അതേസമയത്ത് നമ്മെ അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാകുന്നു? ഇത് മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അപ്പം മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്, ജിന്നുകളെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നമുക്ക് ഇവിടെ ജീവിക്കണം. ഇബാദത്ത് ചെയ്യണമെങ്കിൽ നമ്മുടെ വംശം ഇവിടെ നിലനിൽക്കണം. ഈ മനുഷ്യവംശം ഇവിടെ നിലനിൽക്കുവാൻ വേണ്ടി, ജിന്ന് വംശം ഇവിടെ നിലനിൽക്കുവാൻ വേണ്ടി, അവർ നിലനിൽക്കുമ്പോഴാണ് അവർക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നത്. അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണവും വസ്ത്രവും വെള്ളവും മറ്റു കാര്യങ്ങളും ലഭിക്കുമ്പോഴാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും മനുഷ്യൻ്റെ ഉപകാരത്തിന് വേണ്ടി അള്ളാഹു തആല സൃഷ്ടിക്കുകയും മനുഷ്യനെ അള്ളാഹു തആലാനെ കണ്ടറിയുവാനും ഇബാദത്ത് ചെയ്യുവാനും അള്ളാഹുവിൻ്റെ അടിമയാണെന്ന ബോധത്തിൽ ജീവിക്കാനും വേണ്ടി സൃഷ്ടിക്കുകയും ചെയ്തു. ഇത് ഈ ആയത്ത് കൊണ്ട് മനസ്സിലാവുന്നുണ്ട്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവർ ഈ ആയത്ത് കൊണ്ട് മറ്റൊരു കാര്യം മനസ്സിലാക്കി. മനുഷ്യന് ഉപകരിക്കാൻ വേണ്ടിയാണ് ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളും സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും അടിസ്ഥാനപരമായി മനുഷ്യന് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിനെ സംബന്ധിച്ചല്ല പറയുന്നത്. പൊതുവായി മനുഷ്യന് ഉപകരിക്കാൻ പറ്റുന്ന ഉപദ്രവകരമല്ലാത്ത ഏത് വസ്തുക്കളുണ്ടെങ്കിലും അത് അള്ളാഹു അനുവദിച്ചിരിക്കുന്നു. അനുവദിക്കാത്ത കാര്യങ്ങൾ അത് പ്രത്യേകം തെളിവ് കൊണ്ട് ഖുർആന് സുന്നത്തിലൂടെ നമുക്ക് ലഭിക്കണം. അപ്പോൾ ഭക്ഷിക്കാൻ പറ്റുന്ന ജീവികളും പറ്റാത്ത ജീവികളുമുണ്ട്. പറ്റാത്ത ജീവികളെ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയാൽ മറ്റുള്ളത് നമുക്ക് പറ്റുന്നതാണ്. ഭക്ഷണങ്ങളിൽ പറ്റാത്തത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, അത് ഒഴിവാക്കിയാൽ പറ്റുന്നതാണ്. വസ്ത്രങ്ങളിൽ ധരിക്കാൻ പാടില്ലാത്തത് പഠിപ്പിച്ചു തരുന്നുണ്ട്, അത് ഒഴിവാക്കിയാൽ മറ്റെല്ലാം പറ്റുന്നത്. അടിസ്ഥാനപരമായി മനുഷ്യന് ഉപകരിക്കാൻ പറ്റുന്ന വസ്തുക്കൾ എന്തെല്ലാം ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ, ഉപദ്രവകരമല്ലാത്ത വസ്തുക്കൾ എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടോ, ആ വസ്തുക്കൾ മുഴുവനും നമുക്ക് ഉപകരിക്കാവുന്നതാണ്, അനുവദനീയമാണ് എന്ന് ഇതിൽ നിന്ന് പണ്ഡിതർ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ആകാശത്തെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു. 7 ആകാശമായാണ് അള്ളാഹു ആകാശത്തെ സൃഷ്ടിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറയുകയുണ്ടായി, ശാസ്ത്രം പലപ്പോഴും ശൂന്യാകാശമെന്നും മറ്റും പറയുന്നത് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസത്തിൽ, ഇസ്ലാമിൻ്റെ വിശ്വാസം എന്നതല്ല സത്യവിശ്വാസത്തിൽ അങ്ങനെയല്ല ഉള്ളത്. ആകാശത്തിൽ ശൂന്യമായ ഭാഗങ്ങൾ ഒരു പക്ഷേ ഉണ്ടാവും. ആ ശൂന്യമായ ഭാഗങ്ങളിലാണ് ശാസ്ത്ര ലോകം ഇതുവരെ എത്തിപ്പെട്ടിട്ടുള്ളൂ. ആ ശൂന്യതയ്ക്ക് ശേഷം യഥാർത്ഥത്തിൽ ഖരവസ്തുവായ തടിയുള്ള ആകാശങ്ങൾ തന്നെ 7 ആകാശങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. കൃത്യമായി അതിൻ്റെ രൂപങ്ങൾ എത്രയാണ്, എങ്ങനെയാണ്, അതിൻ്റെ എണ്ണം മാത്രമാണ് ഖുർആൻ വിശദീകരിച്ചത്. മറ്റുള്ളത് ചില ഹദീസുകളിലൊക്കെ ആകാശത്തിൻ്റെ ചില സ്വഭാവങ്ങളും മറ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധ ഖുർആനിൽ ആകാശത്തെ സംബന്ധിച്ച് കൃത്യമായ അതിൻ്റെ വിശേഷണങ്ങൾ, അത് എന്തുകൊണ്ടാണ്, ലോഹങ്ങൾ കൊണ്ടാണോ അതല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടാണോ
മണ്ണ് കൊണ്ടാണോ? ഇങ്ങനെയുള്ള വിശദീകരണങ്ങളൊന്നും ഖുർആനിൽ വിശദമായിട്ടില്ല. അത് സ്ഫടിക സമാനമാണ് എന്ന് പണ്ഡിതർ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും 7 ആകാശങ്ങളുണ്ട്. ഹദീസിൽ വന്നിരിക്കുന്നു, ഓരോ ആകാശങ്ങളിൽ നിന്ന് മറ്റൊരാകാശത്തിലേക്കുള്ള ദൂരം 500 കൊല്ലത്തെ വഴി ദൂരമാണെന്നും ഒരു ആകാശത്തിൻ്റെ കട്ടി, അതിൻ്റെ കനം, അത് 500 കൊല്ലത്തെ വഴി ദൂരം. ഒരാൾ സഞ്ചരിക്കുമ്പോൾ എത്രമാത്രം ദൂരത്തേക്ക് അയാൾ എത്തുമോ അത്രയും കട്ടിയിലും കനത്തിലുമാണ് ആകാശമുള്ളതെന്നും ഒരാകാശത്തിൽ നിന്ന് മറ്റൊരാകാശത്തിലേക്ക് എത്തണമെങ്കിൽ 500 വർഷത്തെ വഴി ദൂരം സഞ്ചരിക്കുന്ന അത്രയും ദൂരമുണ്ട് എന്നും വലിയ അകലങ്ങളിലാണ് ഈ 7 ആകാശങ്ങളെന്നും ഈ ആകാശങ്ങൾക്ക് കവാടങ്ങളുണ്ടെന്നും കവാടങ്ങൾ കാക്കുവാൻ മലക്കുകളുണ്ടെന്നും ആ കവാടങ്ങൾ തുറക്കപ്പെടുകയും അടക്കപ്പെടുകയും ചെയ്യുമെന്നും ഇതൊക്കെ ഹദീസുകളിൽ വിശദീകരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ശൂന്യമല്ല ആകാശം എന്നതുണ്ട്. അത് 7 എണ്ണമാണ് എന്ന് ഖുർആൻ പല സ്ഥലങ്ങളിലും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഭൂമി 7 എണ്ണമാണ് എന്ന് ഖുർആനിൽ കൃത്യമായി എണ്ണം പറഞ്ഞിട്ടില്ല. ഒരൊറ്റ ആയത്തിലാണ് അല്ലാഹു തആല ഭൂമിയുടെ എണ്ണം സംബന്ധിച്ച് വിശദീകരിച്ചത്. വമിനൽ അർളി മിസ്ലഹുന്ന, ഭൂമിയിൽ നിന്നും ആകാശങ്ങളെപ്പോലെ അള്ളാഹു സൃഷ്ടിച്ചു എന്നാണ് അവിടെ പറഞ്ഞത്. 7 ഭൂമി എന്ന് കൃത്യമായി 7 എന്ന് എണ്ണം വെച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. അതിനും കാരണം പണ്ഡിതർ വിശദീകരിച്ചിട്ടുണ്ട്. ആകാശങ്ങൾ 7 എണ്ണം ഒന്നിൽ നിന്ന് മറ്റൊന്ന് വ്യത്യാസപ്പെട്ടുകൊണ്ട് അകലങ്ങളിലായി 7 എണ്ണം നിലനിൽക്കുകയാണ്. ഭൂമി 7 എന്ന് പറയുന്നത് 7 അടുക്കുകളാണ്, അട്ടികളാണ്. അപ്പോൾ അത് 7ഉം കൂടി കൂടുമ്പോൾ ഒരു ഭൂമി പോലെയാണ്. അപ്പോൾ ഒരു ഭൂമിക്ക് മീതെ മറ്റൊരു ഭൂമി, അതിൻ്റെ ഇടയിൽ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം, ഇങ്ങനെയില്ല. അത് ഭൂമിയുടെ 7 പാളികളാണ് എന്നും 7 അടുക്കുകളാണ് എന്നും പണ്ഡിതർ പറഞ്ഞിരിക്കുന്നു. അതല്ല 7 വൻകരയാണ് എന്ന് ചില ആധുനിക പണ്ഡിതന്മാർ മറ്റൊക്കെ വിശദീകരിച്ച വിശദീകരണങ്ങളുമുണ്ട്. എന്തായാലും ശരി, ഒരൊറ്റ ഭൂമിയുടെ ഭാഗങ്ങളായതുകൊണ്ട് അതിനെ സംബന്ധിച്ച് 7 എന്ന് കൃത്യമായി ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്ത് വമിനൽ അർളി മിസ്ലഹുന്ന, 7 സമാവാത്ത് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഭൂമിയിൽ നിന്ന് അതുപോലെ സൃഷ്ടിച്ചു എന്ന് അല്ലാഹു തആല പറയുകയാണ് ചെയ്തത്. അതിൽ നിന്നാണ് 7 ഭൂമികൾ എന്ന് കൃത്യമായിട്ട് നാം പറയുന്നത്. പിന്നെ ഹദീസുകളിൽ അത് സംബന്ധമായ സൂചനകളും വന്നിട്ടുണ്ട്. തുടർന്ന് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആരംഭത്തെ സംബന്ധിച്ചാണ് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം മനുഷ്യകുലത്തെ അല്ലാഹു എങ്ങനെയാണ് സൃഷ്ടിച്ചത്? മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് പഠിച്ചാൽ അവൻ്റെ പുനർജന്മത്തെ സംബന്ധിച്ച് വിശ്വസിക്കാൻ എളുപ്പമാണ്. കമാ ബദഅന അവ്വൽ ഖൽഖിൻ നുഈദുഹു എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. എങ്ങനെയാണ് ആദ്യം സൃഷ്ടിപ്പ് തുടങ്ങിയത്, അപ്രകാരം തന്നെയാണ് വീണ്ടും അവരെ മടക്കുക എന്ന് ഖുർആൻ പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും ഈ മനുഷ്യകുലത്തെ അല്ലാഹു എപ്രകാരമാണ് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തത് എന്നത് സംബന്ധിച്ചുമാണ് തുടർന്നുള്ള ആയത്തുകളിൽ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പും അതിനെ തുടർന്നുള്ള സംഭവങ്ങളിലൂടെയും അല്ലാഹു തആല വിശദീകരിക്കുന്നത്. അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ഈ ക്ലാസ് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.